അതായത് നമ്മൾ ചില ചരിത്രപരമായ ചില സമരങ്ങളെ കുറിച്ച് പറയുമായിരുന്നു ഇതുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ടും വിദ്യാർത്ഥികളുടെ സമരം എന്ന നിലയിൽ ബംഗ്ലാദേശിലും അതുപോലെ തന്നെ ശ്രീലങ്കയിലും നേപ്പാളിലും ഒക്കെ നടന്നതുമായി ബന്ധപ്പെട്ട ഒരു കമ്പാരിസൺ പലരും നടത്താറുണ്ട്. പക്ഷെ അതിന് കവിഞ്ഞ കമ്പാരിസൺ ആയിരിക്കുമെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യ കുറെ കൂടി വളരെ വിശാലമാണ്. നമ്മൾ ഇതിനെ ഒറ്റയടിക്ക് എല്ലാം കൂടി മറിച്ചിടാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സംവിധാനമായിട്ട് ഇതിനെ കാണാൻ കഴിയില്ല. പക്ഷെ അതേസമയം തന്നെ ഇപ്പോൾ 74-ൽ നടന്നിട്ടുള്ള സമരമുണ്ട്. നവനിർമ്മാൺ സേന രംഗത്ത് വരുന്ന രീതിയിലേക്കുള്ള അതിൻ്റെ ഫോർമേഷനിലേക്ക് വന്ന സമരമുണ്ട്. അതുപോലെ തന്നെ 75-ലെ അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് ഉയർന്നു വന്ന പ്രക്ഷോഭം, ആ പ്രക്ഷോഭത്തിന്റെ തുടക്കവും ഇതുപോലെ തന്നെയായിരുന്നു. വിദ്യാർത്ഥികളുടെ സമരമൊക്കെ ആയിരുന്നു. അപ്പം ഇത് ആ നിലയ്ക്ക് വിദ്യാർത്ഥികളുടെ സമര പാരമ്പര്യവുമായി ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. പക്ഷേ എന്നാൽ നമ്മൾ ഈ സമീപകാലത്താണ് ഈ കർഷക പ്രക്ഷോഭം എന്ന് പറയുന്നത്. കർഷക പ്രക്ഷോഭത്തോട് രാജ്യത്തിന് ഐക്യദാർഢ്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു ആവശ്യമായിട്ട് എടുക്കാൻ കഴിയുമായിരുന്നില്ല നമ്മുടെ മധ്യവർഗത്തിന്. നേരത്തെ പറഞ്ഞ പോലെ പലരെ കൊണ്ടും അതിൽ കുൽസിത ആരോപണങ്ങൾ ഉന്നയിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു ഭരണകൂടത്തിന്. 1. 2, CAA-ക്കെതിരായിട്ടുള്ള പ്രക്ഷോഭം വളരെ ശക്തമായി വ്യാപകമായി എല്ലായിടത്തും ഉയർന്നു വന്നു. CAA പ്രക്ഷോഭം പോലും പക്ഷേ ഒരു വിഭാഗത്തിനെതിരായിട്ടുള്ള വ്യാജ പ്രചാരണങ്ങളിലൂടെ അതിനെ അടിച്ചമർത്താൻ സർക്കാരിന് കഴിഞ്ഞു. പക്ഷെ അതൊന്നുമല്ല. ഇത് മധ്യവർഗത്തെ കാര്യമായി ബാധിക്കുന്ന വിഷയമാണ്. ഇന്ത്യൻ മധ്യവർഗത്തിന്റെ എല്ലാ തരത്തിലുള്ള തലങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതിന്റെ കോർ ഇഷ്യൂ അതാണ്. ആ കോർ ഇഷ്യൂ അതായി നിൽക്കുന്നിടത്തോളം കാലം അതിനുള്ള വൈകാരികമായ ഇമോഷണലായ അറ്റാച്ച്മെന്റ് നിലനിൽക്കുമെന്നുള്ളതാണ്. അത് അക്രോസ് ദ കൺട്രി എല്ലാവർക്കും ഫീൽ ചെയ്യുന്ന ഒരു സാധനമാണ്. നീറ്റ് പരീക്ഷയിൽ ഈ നടന്നിട്ടുള്ള ഈ സംഗതി എന്ന് പറയുന്നത് എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്ന, ഈ രാജ്യമെമ്പാടും ഒരുപോലെ വരുന്നത്. അതാണ് ഇതിൻ്റെ ഒരു വലിയ പൊട്ടൻഷ്യൽ. ആ ഒരു പൊട്ടൻഷ്യൽ ഇതിനുണ്ട്. പക്ഷെ ഇത് കണ്ണി ചേർക്കപ്പെടുന്നത് നേരത്തെ റാവു പറഞ്ഞ പോലെ ഇത് ജനാധിപത്യത്തിന്റെ ഈ പറയുന്ന എല്ലാവിധത്തിലുള്ള അടിച്ചമർത്തലുകൾക്കും എതിരായിട്ടുള്ള ഒരു